കേരളത്തിൽ TVK എന്ന് പറയുന്നൊരു പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പേരിന് അവർക്കൊരു സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ ചില പ്രവർത്തകരുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ നേതാക്കളായിട്ട് ഇവിടെ നിലവിലുള്ളത് സതീഷ് തോന്നക്കൽ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന നടിയുമൊക്കെയാണ്. അവരൊക്കെ പ്രവർത്തകരായി കൂടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ചെന്ന് BJP വിട്ട് പുറത്തേക്ക് പോരുകയും BJPയുടെ ആക്രാന്ത രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുകയും ചെയ്ത ദേവനെ ചെന്ന് കാണുകയും ദേവൻ ഇപ്പോൾ ഏതാണ്ട് TVKയിൽ ചേരാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. TVKയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കേരളത്തിൽ അദ്ദേഹത്തിന് തന്നെ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ഫൈനൽ മൂവ്മെൻറ്റിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല, പക്ഷേ ഏതാണ്ട് ധാരണകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേവൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് 5 കോടി രൂപ കിട്ടിയാൽ അത് തന്നെ ഞാൻ അത്ഭുതപ്പെടുന്നതാണ്. 50 ലക്ഷം അവർ ചിലവാക്കും, ബാക്കി 4.5 കോടിയും അവർ വീതിച്ചെടുക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പാവം പിടിച്ച ദേവൻ യഥാർത്ഥത്തിൽ BJPയിലേക്ക് ചെന്നപ്പോൾ കേരളത്തിൽ BJPയെ വളർത്തണമെന്നും ഭരണത്തിലെത്തിക്കണമെന്നും വലിയ പാർട്ടി ആക്കണമെന്നും ഒക്കെയുള്ള ഒരു മോഹവുമായിട്ട് ചെന്ന ആളുകളാണ്. പക്ഷേ ദേവൻ അന്നേരം മനസ്സിലാക്കാത്തൊരു കാര്യം ഇവർക്കങ്ങനെ വളർത്തണമെന്നില്ല, താല്പര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടുന്ന കാശ് ഇതുപോലെ അധികമൊന്നും വളരാതിരുന്നാൽ ഇലക്ഷനിലൊക്കെ തോറ്റാലും കുഴപ്പമില്ല, കിട്ടുന്ന കാശ് ഇതുപോലെ പുട്ടടിക്കാം എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ എന്നിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിടാതെയാണ് ഇവർക്ക് 3 MLA സ്ഥാനമൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു കാര്യമൊന്നും പാവം ദേവന് മനസ്സിലായില്ല. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു. ആ പാർട്ടിയുടെ പേരെന്ന് പറയുന്നത് കേരള KPP എന്നുള്ളതാണ്. കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ആദ്യം ഉണ്ടാക്കി. എനിക്ക് പാവം അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അദ്ദേഹം ഒറ്റക്കൊരു കൊടിയും പിടിച്ച് പത്രസമ്മേളനം നടത്താൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഞാൻ കാണുന്നത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു 10-20 ബൈക്കൊക്കെ വാടകയ്ക്കെടുത്ത് കുറേ പിള്ളേരൊക്കെ ഇടുന്നത് കേരളം പിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ദേവന് സത്യത്തിൽ ഇപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരൊക്കെ ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുമെന്നൊക്കെ തോന്നും. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അത് ശരി, പങ്കുപറ്റാൻ ഒരാൾ കൂടി വന്നേക്കണോ എന്നുള്ള ലെവലിലായിരിക്കും മിക്ക രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തെ വലിയ ഉന്നതിയിലെത്തിക്കണമെന്നോ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിക്കണമെന്നോ അവർക്ക് താല്പര്യമില്ല. പകരം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഉന്നതങ്ങളിൽ എത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ദേവൻ ഇതുപോലെ വരികയും പിന്നെ ആദ്യം തന്നെ ദേവൻ മറ്റേ വേറെ ചില പ്രസ്ഥാനങ്ങളുമായിട്ട് കോൺഗ്രസ്സൊക്കെ ആയിട്ട് കൂടിച്ചേരുകയും ചെയ്തതിൻ്റെ ഭാഗമായി അദ്ദേഹം KPP പിരിച്ചുവിട്ടിട്ടാണ് പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് KPP കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞ പേര് കിട്ടിയില്ല. പേരാ സമയത്ത് വേറെ രണ്ടും കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞ NKPP എന്ന് പറയുന്നൊരു പേരാണ് കിട്ടിയത്. ഇനി അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്നൊരു പേരെന്ന് പറയുന്നത് KKPP എന്ന് പറഞ്ഞൊരു പേരായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞിട്ടൊരു പേരിടാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് തിരഞ്ഞെടുത്തില്ല. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ TVKയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കണ്ടീഷൻസോ ഒക്കെ അനുവദിച്ചാൽ മാത്രമേ അദ്ദേഹം പൊസിഷൻ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പൊസിഷൻ ഏറ്റെടുത്തതുകൊണ്ട് TVKക്ക് തമിഴ്നാട്ടിൽ വലിയ വിജയമുണ്ടാവും, വിജയ് കുറേ കാലം ഭരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ദേവനൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ ആ പാർട്ടി പച്ചപിടിക്കുകയും അവിടെ ജനങ്ങളെ മുഴുവൻ വോട്ട് ചെയ്യുകയും കേരളത്തിൽ അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ തരംഗമായി മാറുകയും ചെയ്യുമെന്നൊക്കെ അദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ സിനിമയിൽ വില്ലനിസം വിട്ട് കോമഡി ട്രാക്കിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. കാരണം അല്ലാതെ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ വലിയ നേതാക്കരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലുമോ ആ പാർട്ടിയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സന്തോഷമുള്ള കാര്യമാണ്. കാരണം ദേവനെ സംബന്ധിച്ചിടത്തോളം BJPയിൽ കിട്ടാത്തൊരു പരിഗണന ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അത് തീർച്ചയായിട്ടും വിജയൊക്കെ ആയിട്ട് പുള്ളിക്കൊരു ബന്ധമുണ്ടെങ്കിൽ ആ വിജയ് കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ നൽകും. കാരണം വിജയും ഇതുപോലെയുള്ള ഒരു പ്രോപ്പർ രാഷ്ട്രീയക്കാരനായി മാറിയിട്ടില്ല. പിന്നെ ദേവനോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹത്തോടുകൂടി പറയുകയാണ്, താങ്കൾ അറിയേണ്ടത് ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഏത് കണ്ടീഷനൊക്കെ അവർ പെട്ടെന്നൊക്കെ അംഗീകരിച്ച് തരും. കാരണം ഇത് എഗ്രിമെൻ്റ് ആക്കുകയോ അല്ലെങ്കിൽ MOU ആക്കി സൈൻ ചെയ്യുകയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ധാരണാപത്രമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വാക്കാൽ പറയുന്ന കാര്യങ്ങളാണ്, അതൊക്കെ അവരെപ്പോഴെങ്കിലും സമ്മതിച്ചു തരും. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരുടെ അടുത്ത് കളയും എന്നുള്ളതൊരു കാര്യമാണ്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടാണല്ലോ, അതായത് പ്രൊപ്പഗാണ്ട ഇൻചാർജ് കേരള ഇൻചാർജായിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് BJPയിലേക്ക് എന്നത്. ഏതാണ്ട് അതുപോലത്തെയൊക്കെ തന്നെ അവസ്ഥയിലായിരിക്കും പുള്ളി. പക്ഷെ ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കും, പുള്ളി ആത്മാർത്ഥമായിട്ടൊക്കെ ശ്രമിച്ച് നോക്കും. അത് കഴിഞ്ഞ് ഇത് പച്ച പിടിക്കാത്തപ്പോൾ പുള്ളി വീണ്ടും അടുത്ത പരിപാടികൾ നോക്കി പോകേണ്ടി വരും. എനിക്ക് ദേവനോട് പറയാനുള്ളത്,
പുള്ളിയുടെ പ്രസംഗങ്ങളൊക്കെ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നും. വലിയ ആത്മാർത്ഥതയുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധം തീരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വിജയുടെ പാർട്ടിയിൽ TVKയിൽ ചെന്ന് ഇനിയിപ്പോൾ തമിഴ്നാട് ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു, നാളെ കേരളവും കൂടി പിടിക്കുമെന്നൊന്നും ദേവൻ വിചാരിച്ചു കളയരുത്. യഥാർത്ഥത്തിൽ ഇവിടെ വിജയ് വന്നൊരു പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആൾ കൂടും, അത് കേൾക്കും. ഇനിയിപ്പോൾ മലയാളം അറിയില്ലെങ്കിൽ, തമിഴ് അറിയാത്ത ആളുകൾ പോലും അത് കേൾക്കാൻ ആൾ കൂടുമെന്നൊക്കെ ഉള്ളത് കറക്റ്റാണ്. പക്ഷേ കേരളം പിടിക്കാനൊന്നും സാധ്യതയില്ല. ഈ ദേവൻ്റെ കൂടെ നിൽക്കുന്ന മിക്ക ആളുകളും, ഞാനിപ്പോൾ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പോൾ ഉള്ള ആളുകളല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിലും വരാനിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും TVയിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ളത് മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. അല്ലാതെ അവരൊക്കെ കൂടി TVK ഇവിടെ വന്ന് കേരളത്തെ സ്വർഗമാക്കാം, സിംഗപ്പൂരാക്കാം, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആക്കാം എന്നൊന്നും വിചാരിച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ദേവൻജി അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം കിട്ടുന്ന ഒരു പ്രൊഫഷനുണ്ട്. ഇനി അവിടെ അവസരങ്ങൾ കുറഞ്ഞെങ്കിൽ പോലും താങ്കൾ എപ്പോഴും തയ്യാറാണെന്നൊക്കെ അറിയിച്ചാൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ചെറിയ ചെറിയ സിനിമകളാണെങ്കിലും അവിടെ പോലും അഭിനയിച്ചാൽ ലക്ഷങ്ങൾ പ്രതിഫലം കിട്ടും, വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, വലിയ തോതിലുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ആ ഫീൽഡിൽ താങ്കൾക്ക് വലിയ തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് താങ്കൾ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലാതെ ഈ അറിയാത്ത പണിക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് കേരളത്തെ ഇപ്പോൾ ആകെ എന്തോ അധോഗതിയിലാണ്, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താങ്കളില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു ചിന്തയൊന്നും വെക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഈ പറയുന്ന പോലെ നടന്മാരിൽ ഒരാളായിട്ടുള്ള ദേവൻജിയോട് പറഞ്ഞോട്ടെ. താങ്കളെക്കുറിച്ച് അറിഞ്ഞിടത്തോളം വെച്ച് താങ്കൾ വ്യക്തിപരമായി വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. എവിടെന്നെങ്കിലും കൈയിട്ട് വാരി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയമായിട്ട് അഖിൽമാരൊക്കെ ഇറങ്ങിത്തിരിച്ച പോലുള്ള ആളല്ല. അതുകൊണ്ടാണ് ഞാൻ സ്നേഹബുദ്ധിയെ താങ്കളോട് പറയുന്നത്. ഈ വീഡിയോ ആരെങ്കിലും താങ്കൾക്ക് അയച്ചു തന്ന് കാണുകയാണെങ്കിൽ താങ്കൾ ഈ പരിപാടിയൊക്കെ സത്യം പറഞ്ഞാൽ അവസാനിപ്പിച്ചിട്ട്, താങ്കളിപ്പോൾ ഈ TVK ചെന്നാലും താങ്കൾക്ക് അതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് താങ്കൾ അറിയേണ്ടത്, ജനങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, അറിയേണ്ടത് ഇതൊക്കെ വിട്ടിട്ട് അഭിനയിക്കാൻ പോവുക എന്നുള്ളതായിരിക്കും. അല്ലാതെ താങ്കൾ ഇനിയും ഈ പറയുന്ന പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധമില്ലാത്ത മോഹങ്ങളുമായി TVK കേരളം കൂടി പിടിക്കും. അപ്പോൾ വിജയ് എന്തായാലും അവിടെ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ദേവൻ കേരള മുഖ്യമന്ത്രി കൂടി ആകാം എന്നൊരു ധാരണയിലാണെങ്കിൽ തൽക്കാലം ഓൾ ദ ബെസ്റ്റ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് ഭാവിയിലേക്ക് വളരെ വളരെ നല്ലതായിരിക്കും.